ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പറയുന്ന ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരം എന്നൊക്കെ തോന്നും. കാരണം ഞാനിത് ശ്രദ്ധിക്കാറുണ്ടല്ലോ, നിരവധി തവണ ഞാനിത് കേൾക്കുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാൽ പല ആളുകളും ഈ ഒരു തട്ടിപ്പിൽ, ഈ ഒരു സ്കാമിന് ഇരയാകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അജ്ഞാത കോളുകളോ ഇമെയിലുകളോ ഒക്കെ വരുമ്പോൾ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാട്സാപ്പിലൊക്കെ അൺനോൺ ആയിട്ടുള്ള മെസ്സേജസ് വരാം, പല ആളുകളും പരിചയപ്പെടാനായിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ഇത് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ വെളിപ്പെടുത്തുന്നു എന്നല്ല പറയുന്നത്. നമ്മളോട് സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു രീതിയെ കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരക്കാരോട് ഒരു കാരണവശാലും പ്രതികരിക്കരുത്. ബാങ്കിങ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പങ്കുവെക്കരുത്. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്കായി, ഇത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണ്, മെട്രാഷ് ആപ്പിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ കൂടി, വ്യാജേന വരുന്ന സന്ദേശങ്ങളിൽ കൂടി പ്രതികരിക്കരുത് എന്നും ആഭ്യന്തര മന്ത്രാലയം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി അബദ്ധവശാൽ ആരെങ്കിലും ഈ ഇലക്ട്രോണിക് സ്കാമിൽ പെട്ടുപോയ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കുറ്റകൃത്യങ്ങളൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അതിനുശേഷം അതോറിറ്റിയിൽ നേരിട്ടെത്തിയിട്ട് ഈ പരാതി ബോധിപ്പിക്കുകയും ചെയ്യണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഇതോടൊപ്പം പറയുന്നുണ്ട്.